ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യരുത്. കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ എല്ലാ കാര്യമൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റു. അപ്പോൾ മോളും ഹസ്ബൻഡൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ രാവിലെ കുറേ ആൾക്കാരുണ്ടാവും, നടക്കാനും ചിലർ പന്തളിക്കണവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കിച്ചണിക്ക് വന്നപ്പോൾ ചായ വെച്ച് വന്നുകൊണ്ട് ചായ വെച്ചു. മൂത്തച്ചി എണീറ്റിനും അവളവിടെ ഓരോ പണിയിലേനും. മൂത്തച്ഛന് ഫുഡൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഓൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര മഴയല്ലേ, അപ്പോൾ മുറ്റത്തൊക്കെ പുല്ലും ഇതൊക്കെ ഉണ്ട്. പുല്ല് പറിക്കാനൊക്കെ നമ്മൾ ഇറങ്ങണം കരുതുമ്പോഴത്തേന് മക്കൾ എണീക്കും, പിന്നെ അതിന് നേരം കിട്ടില്ല. അപ്പോൾ ഇന്ന് ദോശയാണ്. അപ്പോൾ അതിൽ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കരുത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തു, ഒന്ന് പിന്നെ ഒരു വലിയ ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തത്. നല്ല ടേസ്റ്റായിട്ട് എന്നും തേങ്ങാ ചട്നി ഉണ്ടാക്കുമ്പോൾ ഇന്ന് തക്കാളി ചട്നി ആക്കരുത്. അപ്പോൾ ആ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചരുത്. അതാണ് കേട്ടോ ഇതിൽ കാണിച്ചത്. ചിലവർക്കൊക്കെ അറിയണ റെസിപ്പി തന്നെ ഈ കാര്യം. എന്നാലും ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ കരുതി ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനും ഇതേപോലെ യൂട്യൂബിലൊക്കെ കണ്ട് തന്നെയാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ കുറച്ചൊരു 5-6 അല്ലി വെളുത്തുള്ളി വേണം. അപ്പോൾ മൂത്തച്ഛി അവിടെ ചോറ് ഊറ്റുന്നുണ്ട്. മൂത്തച്ഛന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ നേരത്തെ തന്നെ എണീറ്റിങ്ങാണ്ട് ചോറും ഇതൊക്കെ റെഡിയാക്കും. പിന്നെ ഞാൻ ചായയും കടിയൊക്കെ ആകാനാകുമ്പോഴത്തേനും ഞാൻ നീച്ച് വരും. കുട്ടി അപ്പോഴത്തേനും ഉടനെയാണെങ്കിൽ പിന്നെ ഓൾക്ക് പാലെടുത്തിട്ട് പിന്നെ ഉളപ്പൊന്ന് കുറച്ച് നേരം കിടക്കേണ്ടി വരും. ഏതായാലും ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കുകയാണ്. ചായ അവിടെ തിളക്കുന്നുണ്ട്. അതിലേക്ക് പൊടിയൊക്കെ ഇട്ടു. പിന്നെ വെളുത്തുള്ളി തൊലിച്ച് കഴിഞ്ഞു. പിന്നെ വലിയുള്ളി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു. പിന്നെ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചുങ്ങാണ്ട് ആദ്യം ആ വെളുത്തുള്ളി ഒന്ന് ഇട്ടിങ്ങാണ്ട് അതൊന്ന് മൂത്ത് അതിൻ്റെ ആ സ്മെല്ലൊന്ന് മാറിയിട്ട് ഈ തക്കാളിയും വലിയുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഉപ്പിട്ടുങ്ങാണ്ട് വഴറ്റുക. സിമ്പിളായിട്ടുള്ളൊരു തക്കാളി ചട്നി റെസിപ്പിയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും കായപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി ഇട്ടുങ്ങാണ്ട് ഉപ്പിട്ടുങ്ങാണ്ട് അത് നല്ലോണം വഴറ്റി അതവിടെ മാറ്റി വെക്കുക. പിന്നെ അപ്പോഴാണ് ഞാൻ ഗ്രൗണ്ടിൽ രണ്ട് നായ്ക്കളും പിന്നെ ഒരു കുരങ്ങും ഉണ്ടായിരുന്നു. അറ്റങ്ങൾ ഭയങ്കര തല്ലുകൂടലൊക്കെ. ഈ കുരങ്ങനെ അതിനെ കുറേ പിടിച്ച് വെക്കുന്നുണ്ട് ഒരു നായിന്. അങ്ങോട്ട് തല്ലുകൂടിങ്ങാണ്ട് ഒരാളെ പിടിച്ച് വെക്കണോണ്ട് മാറ്റണമൊക്കെ ഉണ്ട്. കുരങ്ങനും ഉണ്ട്, 2 നായ്ക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് പന്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വീടുമ്മക്ക് തട്ടാതെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വല കെട്ടിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊന്ന് ഷൂട്ട് ചെയ്തിങ്ങണ്ട് കുട്ടികൾക്ക് ഒരു നീച്ചിട്ടില്ല. അപ്പോൾ ഓൽക്കൊക്കെ കാട്ടി കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഉപ്പും മുളകും പൊടിയൊക്കെ ഇതാക്കി നമ്മൾ വഴറ്റി വെച്ചില്ല. അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് കടുകും കരിവേപ്പിൻ്റെ ഇല ഇട്ട് പൊട്ടിച്ചിങ്ങാണ്ട് ഇത് നമുക്ക് അതിലേക്ക് അരച്ചത് പാർന്നു കൊടുക്കുക. അപ്പോൾ എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ തന്നെ ഓഫാക്കിയാൽ മതി. നല്ല ടേസ്റ്റിലെ തക്കാളി ചട്നിയാണ്. ദോശയ്ക്ക് ഇത് മാത്രം മതി. മറ്റ് ചട്നിയെക്കാട്ടിലും ടേസ്റ്റ് ഈ തക്കാളി ചട്നി കേട്ടോ. അപ്പോൾ ദോശയും ചട്നിയൊക്കെ ആയി. അപ്പോഴാണ് ഇന്നുമോൾ എണീറ്റ് വന്നത്. അപ്പോൾ ഓള് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഉമ്മച്ചി ഇഞ്ഞ വേണം പറഞ്ഞുകൊണ്ട് ഓൾ ഇവിടെ തന്നെ പാല് കുടിച്ചാൻ വേണ്ടിയിട്ട് ഇഞ്ഞ മേലേക്ക് തന്നെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഓളെ മേലൊക്കെ കൊടുത്തുങ്ങാണ്ട് പാലൊക്കെ കൊടുത്തുങ്ങാണ്ട് ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടേതി. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ ഒന്ന് ചോർന്നിന് കേട്ടോ. അപ്പോൾ ഞാൻ മേലെ നിന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഓലൊക്കെ ചായ കുടിച്ച് പോയി. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചായിരുന്നു. അപ്പോൾ ഓൽക്കും തന്നെ ഒരു പാത്രത്തിൽ അപ്പത്തിൻ്റെ പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു. ഞങ്ങളും ഇവിടെ കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തക്കാളി ചട്നി. അങ്ങനെ ഞങ്ങൾ ഓരോ വർത്താനമൊക്കെ പറഞ്ഞുങ്ങാണ്ട് ചായ കുടിച്ചു. അപ്പോൾ നല്ല വെയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തുണികളൊക്കെ പുറത്തേക്ക് ഇടുന്നതൊക്കെ ഉണക്കണ അങ്ങനത്തെ ഓരോ വർത്തമാനങ്ങൾ പറയുകയാണ്. ഇപ്പോൾ മഴയും വെയിലും ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാകുന്നതുകൊണ്ട് അതന്നെ ഒരു പണിയാണ് കേട്ടോ. ഡ്രസ്സ് എടുത്ത് വെക്കുക. എല്ലാവരും അങ്ങനെ തന്നെ ഈ കാര്യം. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരാൾ ഒരു പണിയെടുക്കുമ്പോഴത്തേനും ഒരാൾ തോരടാൻ വീണ്ടും പോവും.
പിന്നെ ഞാൻ ഓക്ക് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിരുന്നു. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് പോയി തോന്നുന്നു. അത് എഡിറ്റ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ അത് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഓക്ക് ഫുഡ് കൊടുക്കുന്നതാണിത്. കഴിക്കൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ ഏമിച്ച് കൊടുക്കണം, വല്ല പാട്ടൊക്കെ ഇട്ട്. പിന്നെ ഓള് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാലൊക്കെ കുടിച്ചിങ്ങാണ്ട് ഒന്ന് ഉറങ്ങി. ഒക്കെ എന്നൊരു ചെറിയൊരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൂത്തച്ചി ഓള് അടിച്ചു വരാൻ, ഓളെ സിബി നട്ട് വിളിക്കൽ, ഓള് അടിച്ചു വരാൻ വേണ്ടി നിന്നു. പിന്നെ അടിച്ചോരലും തുടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഒക്കെപ്പാട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കുട്ടികൾ ഉണരലും ഓർക്ക് കഞ്ഞി കൊടുക്കലൊക്കെ തിരക്കായിട്ട് ഒക്കെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേന് പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വിറകൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് കിട്ടീന്. ഇങ്ങനെ വെയിലുണ്ടാകുന്ന സമയത്ത് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇടും. പിന്നെ ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോൾ വേഗം കുളിക്കണീൻ്റെ അടുക്കന്നെ നല്ല വിശപ്പുണ്ടായപ്പോൾ ഞങ്ങൾ ചോറ് വെച്ച് കടലുപ്പേരി, പിന്നെ ഉണക്കൽ മീനും മുരിങ്ങയും ചക്കക്കുരുവൊക്കെ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടി വിറകില്ലത് വെയിൽ കണ്ടപ്പോൾ അതൊക്കെ ഞങ്ങൾ പുറത്ത് കിട്ടീനു. പിന്നെ കുറച്ച് ഇവിടെ ഉണങ്ങിയത് മാറ്റി വെച്ചിരിക്കണം. കുറച്ച് നേരത്തെ രാവിലെ ഇട്ടീനത് മഴക്കനുസരിച്ച് ഇങ്ങനെ ഇടീനും കുറച്ച് അങ്ങനെ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. മോളപ്പോൾ ഓൾ ഉറങ്ങിയേനു, ഓൾ എണീറ്റിട്ടില്ലേനു. ഓൾ പിന്നെ ഓളെ കുളിപ്പിച്ചങ്ങാണ്ട് പിന്നെ ഉറക്കിയതാട്ടോ. ആ തൊട്ടിയിൽ ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റിന്. പിന്നെ കഞ്ഞിയൊക്കെ കൊടുത്ത് ഓളെ വീണ്ടും ഒരു ഉച്ചക്കായപ്പോൾ പിന്നെ ഓൾ ഉറങ്ങി. പിന്നെ ഞാൻ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. പ്രസവിച്ചെടുക്കണ ഒരു കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഞാനും മേമയൊക്കെ ഒപ്പം പോയിന്. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലേനു കേട്ടോ. അവിടെ പോയിങ്ങാണ്ട് കുട്ടീനെയൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് മേമാൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ആണിത്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാനത് ഓള് കൺമശൊക്കെ ഇട്ടുകൊണ്ട് ആകെ മുഖത്ത് വാരി തേച്ചിക്കണം. അപ്പോൾ അതിങ്ങനെ വീഡിയോ എടുക്കേനു. പിന്നെ മേമ അവിടെ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കോള് വന്ന് ഫോൺ ചെയ്യാണ്. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയേക്ക് ഇവിടെ പിന്നെ കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന് പിന്നെ രാത്രിയൊക്കെയാണ് ഞാൻ തിരിച്ച് പോയത്. അപ്പോൾ ഞാനിവിടെ വന്ന അടുക്കളയിൽ എന്തെങ്കിലും സ്പെഷ്യലുണ്ടോ വന്ന് നോക്കും. ഇത് ഞങ്ങൾ പുറത്ത് പോയിനും പറഞ്ഞില്ലേ. അപ്പോൾ വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ്, ന്യൂഡിൽസും ഇതൊക്കെ. പിന്നെ മേമ അവിടെ നിന്ന് തന്നെ പൊറാട്ട ഇതൊക്കെ വാങ്ങിനു. ഇവിടെ നിന്ന് മീൻ കറി ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കി. ഇത് കൊടുന്ന പൊറാട്ടയ്ക്കാണ്. പിന്നെ ഇതൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. അതൊന്നും പിന്നെ പോരുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇന്നുമോളെ സൗണ്ട് ഇട്ട് ഇങ്ങോട്ട് വന്നതാണ്. പോലെ അവിടെ അല്ല, ഓളവിടെ ടേബിൾ മേൽ തന്നെ ആയിരുന്നു. ഓളവിടെ റിച്ചുവിൻ്റെ കൂടെ കളിച്ചേനു. പിന്നെ ഞങ്ങളവിടെ ഇങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് അരിയുണ്ട ഇതൊക്കെ കഴിച്ച് പിന്നെ ഓള് ഇവിടെ വന്നാൽ ഇങ്ങനെ കട്ടിലുമ്മ ചാടിങ്ങാണ്ട് റിച്ചുവിൻ്റെ അപ്പം ഇങ്ങനെ കളിക്കും. അങ്ങനെ ഓല് കുറച്ച് നേരം കളിച്ചൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിങ്ങാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരേനു. പിന്നെ ഇങ്ങോട്ട് വന്നുങ്ങാണ്ട് പിന്നെ ഉറങ്ങണ തിരക്ക്, ഓളെ കുളിപ്പിക്കണ തിരക്കിൽ ഞാൻ അതൊക്കെ എടുക്കാൻ മറന്നു. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.